പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ 114ലെ മെഷറിങ് ഇൻസൈഡ്സ്, അതായത് മെഷറിങ് ഇൻസൈഡ് എന്ന് വെച്ച കോൺസെപ്റ്റ് തന്നെ ഏരിയ കേട്ടോ. പരപ്പളവ് എന്നാണ് പറയുന്നത് മലയാളത്തിൽ. പരപ്പളവ് അഥവാ ഏരിയ എന്നുള്ള ഐഡിയ ടീച്ചർ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരുന്നോണേ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പെരിമീറ്ററിനെയൊക്കെ പറ്റി സൂചിപ്പിച്ചല്ലോ. അതാ നോക്ക്, ഇതിന് ചുറ്റും നമ്മളൊരു ഒരു ലൈൻ വരയ്ക്കുകയെന്ന് വിചാരിക്കുക. ആ ലൈനിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ടോട്ടലി നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു പോയ കാര്യമല്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ബൗണ്ടറി കൂടി അല്ലെങ്കിൽ അതിൻ്റെ ബോർഡറിൽ കൂടി തന്നെ നമ്മൾ വരച്ചെടുത്ത ഈ ലൈനിൻ്റെ ലെങ്ത്താണ് എന്ത്, പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും, ചുറ്റളവ്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇതിന് നമ്മൾ പറയുന്ന പേര് അബാക്കസ് എന്നാട്ടോ. ഈ അബാക്കസ് വെക്കാൻ അബാക്കസ് ഈ ഭൂമി മലയാളത്തിൽ നമുക്ക് എവിടെ വെക്കണം, ഇനി ഒരു കൃത്യമായ ഒരു സ്പേസ് വേണ്ടേ, എവിടെ വെക്കണമെങ്കിലും ഇതിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഈ ലോകത്ത് എത്ര എടുക്കുന്നോ അത്രയത്തിനെയാണ് ഈ അബാക്കസിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ ഇൻസൈഡിലുള്ള മുഴുവൻ സ്പേസും ആർക്കും സ്വന്തമാണ്, ഇപ്പം ഈ അബാക്കസിന് സ്വന്തമാണ്. അപ്പോൾ അബാക്കസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ, ഈ ഇൻസൈഡിലെ മെഷർമെൻറ്റും കൂടെ ചേർത്ത് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏരിയ എന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരുന്നത് കൊണ്ട് 2 ചിത്രങ്ങളുണ്ടല്ലോ. 2 ചിത്രങ്ങളിലും നമ്മൾ കണ്ടു, ഇവിടെ പെരിമീറ്റർ 1 2 3 4 5 6 6ഉം ഇതൊന്ന് 6 1 7 7 7 14 നമ്മൾ ചുറ്റും ഈ 6 പ്ലസ് ഈ 6 പ്ലസ് ഈ 1 പ്ലസ് ഈ 1 എത്ര വന്നു, 14 സെൻറ്റിമീറ്റർ എന്നും. ഇവിടെ 1 2 3 4 1 2 3 2 4 4 4 8 8 3 12 12 2 14, ശരിയല്ലേ? അപ്പോൾ ഇതും 14 സെൻറ്റിമീറ്റർ തന്നെയാണ് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവും 14 സെൻറ്റിമീറ്റർ. പക്ഷേ രണ്ടും പെരിമീറ്റർ സെയിം ആണെങ്കിലും ഇതിൻ്റെ ഏരിയൻ്റെ ഉള്ളിലുള്ള അളവുകൾ തമ്മിൽ വ്യത്യാസമില്ല. ഇവിടെ ആകെ എത്ര കഷ്ണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 6 ചെറിയ ബ്ലോക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെയോ അതിലധികം 1 2 3 4 12 ബ്ലോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് രണ്ടിലും വ്യത്യാസമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുന്ന മാർഗ്ഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ, ഇതിൻ്റെ ലെങ്ത് ഒരു 12 സെൻറ്റിമീറ്റർ എന്നും ഇതിൻ്റെ ഒരു 3 സെൻറ്റിമീറ്റർ എന്നുമാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ, ഇതിനകത്ത് 1 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ നമുക്കിതിനകത്ത് അടയാളപ്പെടുത്താൻ പറ്റുന്ന സ്ക്വയേഴ്സിൻ്റെ എണ്ണം നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. അതേപോലെ നമുക്ക് 3 ലെയറായിട്ട് എടുക്കാം. 1 2 3 5 6. നമ്മൾ ഇതിനകത്ത് എടുക്കാൻ പറ്റുന്ന സ്മോൾ സ്ക്വയേഴ്സിൻ്റെ എണ്ണമാണല്ലോ അതിൻ്റെ ഫുൾ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ടോ, 24 എണ്ണം ഉണ്ട്. അപ്പോൾ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മൾ ഇതിൻ്റെ ഏരിയ പറയുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിനോട് കൂട്ടി പറയണം. ഏരിയ പറയുമ്പോൾ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് ഫുൾ എണ്ണി എടുക്കാനുള്ളതിനേക്കാൾ എളുപ്പമാർഗ്ഗം എന്താ, 12 ഇൻറ്റു 24 അല്ല 48 ആണ്. 1 മിനിറ്റ്, വെരി സോറി കേട്ടോ. ഇത് എത്ര എണ്ണം ഉണ്ട്, മൊത്തം 12 3 36 ചതുരക്കട്ടകളുണ്ട് കേട്ടോ. 36 സെൻറ്റിമീറ്റർ. നോക്കുക, 1 2 3 4 5 6 7 8 9 10 11 12. അങ്ങനെ 12 എണ്ണം, 12 12 24 ഇവിടെ വരെ. 24 12 36. അപ്പോൾ എളുപ്പമാർഗ്ഗം 12 × 3 36 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഏരിയ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ സത്യത്തിൽ എന്ത് ചെയ്താൽ മതി, ഇത് ലെങ്ത് എന്ന് വിശേഷിപ്പിച്ചാൽ, ലെങ്ത് അഥവാ നീളം, ഇത് നീളവും ഇത് വിഡ്ത്ത് അഥവാ വീതി, എന്ത് ചെയ്താൽ മതി, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുക. നീളം ഗുണം വീതിയാണ് ഏരിയ. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ബ്രെഡ്ത്ത് എന്നും പറയാറുണ്ട് കേട്ടോ. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലെങ്കിൽ പരപ്പളവ്. ഈ പരന്ന പ്രദേശത്തിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നതിനെ പരപ്പളവ് എന്ന് പറയും. പരപ്പളവ് സമം നീളം ഗുണം വീതി. നന്നായിട്ട് പഠിച്ചോണം. ഇതൊരു ബേസാണ്, ഗണിതത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇതിനി ഇല്ലാത്ത ഒരു വർഷം പോലും നിങ്ങളുടെ ഗണിത പുസ്തകത്തിൽ ഉണ്ടാവില്ല കേട്ടോ. 10ാം ക്ലാസ് വരെയും എല്ലാ ചാപ്റ്ററിലും
എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഏരിയയോ അല്ലെങ്കിൽ പരപ്പളവോ പഠിക്കും. അതുകൊണ്ട് ബേസ് കറക്റ്റായിട്ട് പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, പരപ്പളവ് സമം നീളം ഗുണം വീതി. അപ്പോൾ 1 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 1 × 1 ഏരിയ 1 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ പറയാറ്. ഇത് നോക്കുക, 2 സ്ക്വയേഴ്സ് 1 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഏരിയ ഉള്ള 2 സ്ക്വയേഴ്സ് ചേർത്ത് വെച്ചു. അതായത് അപ്പോൾ ഇനി ലെങ്ത് എന്തായി 2 ആയി. ഈ ലെങ്ത് 2ഉം വിഡ്ത്ത് 1. അപ്പോൾ 2 × 1 ഏരിയ ഈക്വൽ ടു 2 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതിലാണെങ്കിലോ 1 2 3 ലെങ്ത് 3 ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് 3 × 1 3 ആണ്. സോ ഏരിയ ഈക്വൽ ടു 3 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇവിടെ 1 2 3 4 അപ്പം ലെങ്ത് 4 വിഡ്ത്ത് 1 ഏരിയ ഈക്വൽ ടു 4 × 1 4 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഏരിയയോ നോക്കുക, 1 + 1 2 വരും, ഇവിടെയും 1 + 1 2 വരും, 2 2s are 4. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും സ്ക്വയർ ഏരിയ, ഈ രണ്ട് ചതുരത്തിൻ്റെയും അല്ലെങ്കിൽ രണ്ട് സ്ക്വയേഴ്സിൻ്റെയും, സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല, റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്റർ എന്ന് പറയും, 4 വശമുള്ള ഈ ഒരു ചതുരത്തിനെ. ഈ റെക്റ്റാങ്കിളിൻ്റെയും ഈ സ്ക്വയറിൻ്റെയും ഏരിയ എന്ത് തന്നെയാണ്? 4 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി 115 ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്കാം. 115 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെങ്ത്ത് 6 എന്ന് കൊടുത്തിട്ടുണ്ട്, വിഡ്ത്ത് 1. സോ സം ഓഫ് ദ സൈഡ്സ് ഇൻറ്റു 2 ചെയ്യുന്നതാണ് എന്ത് പെരിമീറ്റർ? 6 + 1 7 × 2 ആണ് 14. 6 1s are 6 അല്ലേ? 6 × 1 വിഡ്ത്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ് എന്ത്? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന്, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹെഡിങ് സ്ക്വയർ സെൻറ്റിമീറ്റർ. നിങ്ങൾ ജസ്റ്റ് നമ്പർ എഴുതി പോയാലും മതി കേട്ടോ. ഇവിടെ 3 + 2 5 × 2 10 സെൻറ്റിമീറ്റർ വരും. ഇവിടെ 3 × 2 6 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. സെൻറ്റിമീറ്റർ ഞാൻ ടീച്ചർ യൂണിറ്റ് എഴുതുന്നില്ല, 6 എന്ന് മാത്രം. ഇവിടെ 3 + 3 9 × 2 18 വരും. 3 + 3 6 × 2 12 വരും. അടുത്തത് 3 3s are 9 വരും. ഇവിടെ 9 + 1 10 × 2 20 വരും. ഇവിടെ 9 1s are 9 തന്നെ വരും. സെയിം അതേ വാല്യൂ തന്നെ വരും. അടുത്തത് 4 + 3 7 × 2 14 വരും. 4 3s are 12 വരും. എന്ത് ഏരിയ? 6 + 2 8 × 2 16 വരും. 6 × 2 12 വരും. ദെൻ 12 + 1 11 വരും. 12 × 1 12 വരും. നോക്ക്, ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, ഏരിയ സെയിം വരുന്നത്, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. പക്ഷേ ചിത്രം കണ്ടാൽ ഡിഫറെൻ്റ് അല്ലേ? ലെങ്തും വിഡ്ത്തും തമ്മിൽ. ഇവിടെ 4 × 3 ആ, ഇവിടെ 6 × 2 ആ, ഇവിടെയാണെങ്കിൽ 12 × 1 ആ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഏരിയ എന്ത് തന്നെയാണ്? സെയിം. ഒരേ ചതുരക്കട്ടകളുടെ എണ്ണം സെയിം. നിങ്ങൾ എല്ലാത്തിലും നീണ്ടു നിൽക്കും. സെയിം നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇതിനകത്തുണ്ടാവും. അപ്പോൾ 9ൻ്റെ കേസ് കണ്ട്, രണ്ടെണ്ണത്തിൽ 9 തന്നെയാണ്. ഇത് 9 ആണ്, ഇത് 9 ആണ്. അപ്പോൾ 9 1s are 9 വരുന്നുണ്ട്, 3 3s are 9 വരുന്നുണ്ട്. ഇതിലും എന്ത് തന്നെയാണ്? 6 ആണ്. ഇവിടെ 3 2s are 6ഉം 6 1s are 6ഉം ആണ് വരുന്നത്. തൊട്ട് മുകളിലത്ത് കണ്ടോ. അപ്പോൾ ഏരിയ, ചിത്രം പലതാണെങ്കിലും അളവുകളുടെ കാര്യത്തിൽ ഏരിയ സെയിം ആയിട്ട് വരുന്ന പല ചിത്രങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 115 ചോദ്യങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ ഇവിടെ നമ്മൾ സെൻറ്റിമീറ്ററിൻ്റെ കേസാണ് പറഞ്ഞെങ്കിൽ ഇനി ഏരിയ. ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 meter ഈസ് സെഡ് ടു ബി 1 square meter. അതായത് വശങ്ങളുടെ നീളം സെൻറ്റിമീറ്ററിലല്ലാതെ നമ്മൾ മീറ്ററിലാണ്. ഇത് 1 meter ആണ്, ഇതും 1 meter ആണെങ്കിൽ നമ്മളെങ്ങനെ പറയും? 1 meter സ്ക്വയർ എന്ന് പറയും കേട്ടോ. 1 × 1 1 meter സ്ക്വയർ. ഇപ്പോൾ കിലോമീറ്റർ ആണെങ്കിൽ കിലോമീറ്റർ സ്ക്വയർ. അളവുകൾ നമുക്ക് സെൻറ്റിമീറ്ററിലും മീറ്ററിലും കിലോമീറ്ററിലും ഒക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് യൂണിറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചോണം. അടുത്തത് കാൽക്കുലേഷൻസ് ആണ്. അതിനകത്ത് പെരിമീറ്ററിനെ തന്നെ ഒന്നുകൂടി പറയാം. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ ഈ 5 5 10 3 3 6 10 6 16 അങ്ങനെ ചെയ്യാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗം ടീച്ചർ പറഞ്ഞുതരാം. 5 3 കൂടെ ആഡ് ചെയ്യുന്നു, അത് തന്നെയല്ലേ ഇവിടെയും. അപ്പം 5 3 ആഡ് ചെയ്തത് × 2 ചെയ്താൽ പോരെ? 5 + 3
8 × 2 16 ആയിരിക്കും ആൻസർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെഫിനിഷൻ ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചോണം. ഡെഫിനിഷൻ ഇതാണ്: ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ട്വൈസ് ദ സം ഓഫ് ഇറ്റ് സൈഡ്സ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്, സൈഡ്സിൻ്റെ വശങ്ങളുടെ തുകയുടെ 2 മടങ്ങാണ്. സം ഓഫ് ദ സൈഡ്സ്, ട്വൈസ് ദ സം ഓഫ് ദ സൈഡ്സ്, 2 വശങ്ങളുടെ തുകയുടെ 2 മടങ്ങ്. ഇൻറ്റു 2, 2 മടങ്ങ് മീൻസ്, അല്ലെങ്കിൽ ട്വൈസ് എന്ന് വെച്ചാൽ ഇൻറ്റു 2 ചെയ്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ ഇതാ താഴെ പറയുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വരച്ചൊന്നും നോക്കാതെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് സമം ചുറ്റളവ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ സൈഡ്സ്, അതായത് 6 + 3 × 2 ചെയ്താൽ മതിയാവും. ഓക്കെ, 6 + 3 × 2 6 3 9 × 2 18 സ്ക്വയർ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ 13 അപ്പം നമുക്ക് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 13 + 7 × 2, 13 7 20 × 2 40 സ്ക്വയർ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. 6 സെൻറ്റിമീറ്റർ × 6 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 + 6 12 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതെങ്ങനെ എഴുതുന്നത് ടീച്ചർ ഒന്നുകൂടി കാണിച്ചു തരാം. 2 പ്രാവശ്യം നമ്മൾ 25 2 പ്രാവശ്യം നമ്മൾ ഈ 6 ആഡ് ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ 6 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 6 12 × 2 എന്ന് ചെയ്യുന്നു. ഒന്നുകൂടി ഞാൻ ടീച്ചർ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. 25 2 പ്രാവശ്യം കൂട്ടുന്നതിന് 25 × 2 ചെയ്യുന്നു, പ്ലസ് ഇവിടെ 15 × 2 ചെയ്യുന്നു. ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം, ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം. 2 പ്രാവശ്യം 2 കൊണ്ട് ഗുണിക്കുന്നത് നല്ലത്. 25ഉം 15ഉം കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ ഒറ്റ ഗുണനമല്ലേ അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ 25ഉം 15ഉം എത്ര? 40 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ 34ഉം 16ഉം. സോ എന്ത് ചെയ്താൽ മതി? നമ്മൾ 2 × 2 കൊണ്ട് ഗുണിക്കണം. എന്തിനെ? ഇത് 2 കൂട്ടിയതിന്. 34 + 16, അപ്പോൾ 2 × 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല പിള്ളേരെ. എത്രേ ഉള്ളൂ, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ സം ഓഫ് ദ സൈഡ്സ് × 2, അത്രേ ഉള്ളൂ. കാണാതെ പഠിച്ചോ. സം ഓഫ് ദ സൈഡ്സ് × 2 ചെയ്താൽ പെരിമീറ്ററായി. എന്തിൻ്റെ? റെക്റ്റാങ്കിളിന് കേട്ടോ. പിള്ളേരെ ഒരു കാര്യം ടീച്ചർ പറയാൻ വിട്ടുപോയി, ഒന്നുകൂടി പറഞ്ഞേക്കാം. ഇവിടെ കണ്ടോ, റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു ചതുരപ്പെട്ടിക്കകത്ത് അടുക്കി വയ്ക്കാൻ പറ്റുന്ന കട്ടകളുടെ എണ്ണമാണ് നമ്മൾ എന്തായിട്ട് വരുന്നത്? ഏരിയ ആയിട്ട് വരുന്നത്. അതാണ് 3 2s are 6 എന്ന് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ എത്ര ചതുരക്കട്ടകൾ ഉണ്ടെന്ന് എണ്ണിയാലും മതി. എത്രയുണ്ട് ഇവിടെ? 1 2 3 4 5 6. അതാണ് സ്ക്വയർ ഏരിയ ഓഫ് എ സ്ക്വയർ. ഈ ഏരിയ ഓഫ് എ സ്ക്വയർ അല്ല, സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ അടുത്തത് ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ ഇവിടെ 6 സ്ക്വയർ സെൻറ്റിമീറ്ററാണ്. ഇവിടെയോ 1 2 3 4 5 6 7 8 9. എത്രയായിരുന്നു? 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്തത് അവിടെ നമ്മൾ സ്ക്വയേഴ്സിൻ്റെ എണ്ണം എടുത്താൽ മതി. എണ്ണം എടുക്കാനുള്ള മാർഗ്ഗമാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്? ലെങ്തിൻ്റെ വിഡ്ത്ത് ചെയ്യുന്നത് കേട്ടോ. 1 2 3 4 5 6 7 8 9. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12. ഇവിടെ എത്ര എണ്ണമുണ്ട്? ടോട്ടൽ 12 എണ്ണമുണ്ട്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ റെക്റ്റാങ്കിളിനകത്ത് എത്ര ചതുരങ്ങൾ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നതാണ് ഏരിയ. അപ്പോൾ ആ ഏരിയയുടെ സ്ക്വയേഴ്സിൻ്റെ എണ്ണം കൗണ്ട് ചെയ്തെടുത്താലും മതി. അതർവൈസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ലെങ്തും വിഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി.